മൂത്താൾ അമേരിക്കയിലാണ്, എഞ്ചിനീയറാണ്, IT എഞ്ചിനീയറാണ്. രണ്ടാമത്തെ ആള് ബാംഗ്ലൂര്. മൂന്നാമത്തെ മോളാണ്. എനിക്കൊരു സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ട്. എനിക്ക് അവര് 3 പേരാണ് മക്കളായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ന്യൂസസ് ഒക്കെ ഇങ്ങനെ ഞങ്ങളിപ്പോ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ടില്ല. അതെ, ഒഫീഷ്യൽ ആയിട്ടില്ല ഇങ്ങനെ എടുത്തു പറയുമ്പോഴും നമുക്ക് ഇങ്ങനെ എന്താ ഒരു പാച്ചപ്പ് അങ്ങനെയൊക്കെ മനസ്സിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അതും ഒരു പാച്ചപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിങ്ങനെ കാണുമ്പോഴും പ്രണയിച്ച് സ്നേഹിച്ച് ഒരുപാട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ എത്ര പേരുണ്ട് ഇതിനേക്കാളും പ്രണയിച്ച ആൾക്കാർ എത്ര പേര് പിരിയുന്നു. എന്നേക്കാൾ എനിക്ക് എത്രയോ പേരുണ്ട്. നടൻ ജഗന്നാഥ വർമ്മയുടെ മകൻ മനു വർമ്മ പിരിയുകയാണ്, അതായത് വിവാഹബന്ധം ഏർപ്പെടുത്തുകയാണ് എന്നാണ് പറയുന്നത്. എന്തിൻ്റെ കേടാണ് ഇവർക്ക് എന്ന് മാത്രം എനിക്കറിയില്ല. പൈസക്ക് പൈസയുണ്ട്, ഫെയിമിന് ഫെയിമുണ്ട്. പിന്നെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല നിലയിലാണ്. ഒരാൾ ബാംഗ്ലൂരിലാണ്, ഒരാൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇവിടെയുമാണ്. പിന്നെ അതുമാത്രവുമല്ല, ഒരു സുഖമില്ലാത്തൊരു മകളും ഉണ്ട്. ആ മകളെ കാര്യങ്ങളും ഒന്ന് അന്വേഷിക്കണ്ടേ? ആ മകളെ കാര്യങ്ങളും ഒന്ന് തീരുമാനിക്കണം. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ? അതായത് പറഞ്ഞു തീരാൻ പറ്റാതെ എന്താണ് പ്രശ്നങ്ങൾ? അതാണ് എനിക്ക് മനസ്സിലായത്. ഈഗോ തന്നെയാണ് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടുപേരും ഈ സീരിയലിൽ നിന്നുള്ള അവരാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഈഗോ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതും ഉണ്ടാകും, പറയാൻ പറ്റൂല. കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതുണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ കുടുംബത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജഗന്നാഥ വർമ്മ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതായത് ഒരു നല്ല നടനായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ മനു വർമ്മ. മനു വർമ്മയെ നമ്മൾ കണ്ടിരിക്കുന്നത് സീരിയലിലൂടെയാണ്. ഒരുപാട് സീരിയലിൽ അയാൾ ഉണ്ടായിരുന്നു. ഇപ്പോഴെനിക്ക് തോന്നുന്നത് എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ രൂപവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രായത്തിൻ്റെതായ അസുഖങ്ങൾ ഉണ്ടാകാം. അതുകൂടാതെ ഇനി ഇയാൾക്ക് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ പിരിയാനുള്ള കാരണം എന്തായിരിക്കാം? അതാണ് സീരിയൽ രംഗത്തുള്ള പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-45 വയസ്സാകുമ്പോഴേ ഇവരൊക്കെ വേർപിരിയുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, അതായത് നിങ്ങളൊക്കെ എന്തിനാണ് ഒരു കുടുംബജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് നിർത്തിക്കൂടെ? എന്തിനിങ്ങനെ ആ കുട്ടികൾക്ക് പോലും മാനസികപരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ 2 മക്കളാണെങ്കിൽ അവർക്കുണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, അവർക്കുണ്ടാകുന്ന നാണക്കേടുകൾ എന്തൊക്കെയാണ് അവരിന് കേൾക്കേണ്ടി വരിക? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സിനിമാ താരങ്ങളുടെ ജീവിതമൊക്കെ ഈഗോയിലാണ്. ഈഗോ തന്നെയാണ് ഇതിൻ്റെ പുറകിൽ, വേറെ ഒന്നുമല്ല. അതായത് ഞാനാണോ വലിയവൻ, നീയാണോ വലിയവൻ എന്നുള്ള ഈഗോ തന്നെ. ഞാൻ വിട്ടുകൊടുക്കത്തില്ല, നീ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള ഈഗോ തന്നെ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇനി മകളെ നോക്കുന്നതിൻ്റെ ഇതാണോ അതും നമുക്കറിയില്ല. കാരണം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ആ സ്ത്രീയെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു പെൺകുട്ടി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ആ സ്ത്രീ ഒരുപാട് എന്താ പറയുക വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. അതിനൊക്കെ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ സ്ത്രീയുമായിട്ട് യോജിച്ചു പോകാനുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കുറച്ചൊക്കെ നമ്മൾ സഹിക്കാനുള്ള ഇതുണ്ടാകണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലാത്ത 24 മണിക്കൂറും കെയറിങ് വേണ്ട ഒരു കുട്ടിയാണ്, ഒരു മകളാണ്. അപ്പം അതിനെ പോലും ഓർക്കാതെ ഇദ്ദേഹം വന്നിട്ട് ഇപ്പോൾ വലിയ വായിൽ ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ പിരിയുകയാണ്. ഇനി പിരിയുന്നുണ്ടെങ്കിൽ പിരിഞ്ഞു. ഇതെന്തിനാണ് ഓരോ ഇൻ്റർവ്യൂകളിലും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഇങ്ങനെ വാർത്തയാക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഇനി ഫ്രീ ആണ്, ഞാനിനി ഫ്രീ ആണ്. ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു നടി വന്നിട്ട് ഇതേപോലെ പറയുന്നു. അതുപോലെ നമ്മളെ ബിഗ് ബോസ് താരം ഷിജു ഖാൻ വന്നിട്ട് ഇതുപോലെ പറയുന്നു, ഞാൻ ഇനി ഫ്രീ ആണ്, ഞങ്ങൾ ഇനി സുഹൃത്തുക്കളാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരുടെ മക്കൾക്കുണ്ടാകുന്ന ആഘാതങ്ങളെ പറ്റിയിട്ട് ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല. സ്വന്തം കാര്യം മാത്രമാണ്, സ്വന്തം കാര്യം ചിന്ത. ചിലപ്പോഴേ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിരിക്കും ഈ പ്രശ്നം തുടങ്ങിയിട്ട്. നമുക്കൊന്നും ഇതറിയില്ലല്ലോ. ഇത് വർഷങ്ങളായിട്ട് ഈ പ്രശ്നം തന്നെയായിരിക്കും. ഇപ്പോഴായിരിക്കും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടാവുക. ആ ചാൻസ് കിട്ടിയപ്പോഴെന്താണ് ഇവരൊക്കെ പിരിയുകയാണ്. അപ്പോൾ സിനിമാ താരങ്ങളുടെയും അതുപോലെ സീരിയൽ താരങ്ങളുടെയും ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊരു ഞാണിൽമേൽ കളിയായിട്ട് മാറിയിരിക്കുകയാണ്. പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹമോചനത്തിൻ്റെ ഇതിൽ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഉണ്ടാകുന്ന ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടും, പിന്നീട് വർക്കുകൾ കിട്ടാത്ത അവസ്ഥ വരും. അങ്ങനെയാകുമ്പോഴൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകും എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈയിടെയായിട്ട് ഒരു പ്രശസ്തനായ ഒരു സീരിയൽ താരം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇതാണ്, നടിയാണ്, അയാൾ തന്നെ പറയുന്നിട്ടു സീരിയൽ ഇല്ലാതെ എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും പിന്നെ ഇവരുടെ ജോലി അടിച്ചുള്ള ജീവിതവും ഉള്ള പൈസ കിട്ടുമ്പോഴും എല്ലാം അടിച്ചു പൊളിച്ച് കളഞ്ഞതിന് ശേഷം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ഇല്ലാത്തപ്പോൾ വളരെയധികം വിഷമഘട്ടത്തിലൂടെ പോകുന്ന ആൾക്കാരുണ്ട്.
ഇവർക്ക് വേറൊരു പണിക്കും പോകാൻ കഴിയില്ല. അത് നിങ്ങൾക്കറിയാലോ. ഒരു സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ജീവിതം കളഞ്ഞ ഒരുപാട് പേരുണ്ട്. അതായത് ഏതോ ഒരു സിനിമയിൽ നായകനായി അഭിനയിച്ചു, പിന്നെ എന്ന് പറഞ്ഞാൽ നിനക്കിനെ അങ്ങോട്ട് സിനിമയല്ലടാ, ആ സിനിമയാണെങ്കിൽ ഒരു സിനിമ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരവസരം പോലും കിട്ടാത്ത ഒരുപാട് പേര് സീരിയൽ രംഗത്തും അതുപോലെ സിനിമാ രംഗത്തും ഒക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ തുടങ്ങി ഇല്ലെങ്കിൽ ഒരു സിനിമ ഹിറ്റായി എന്ന് വിചാരിച്ച് അടുത്ത സിനിമ വരുമ്പോൾ പിന്നീട് സീരിയലിൽ പോലും അഭിനയിക്കാൻ പോകാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിലൊക്കെ അഭിനയിച്ച നമ്മളെ മണിക്കൂറിനൊക്കെ പണ്ട് നല്ല സീരിയൽ താരമായിരുന്നു. ഇപ്പോഴയാൾക്കെന്ന് പറഞ്ഞാൽ സീരിയലും ഇല്ല, സിനിമയും ഇല്ല. ഈ സീരിയലിൽ തന്നെയാണെങ്കിൽ കഞ്ഞി കുടിച്ചിട്ടെങ്കിലും പോകാമായിരുന്നു. ഇപ്പൊ ആ ഒരു ഗതിയിലും ഇല്ല. അപ്പോൾ പറയും 50 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടീനി, അതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിച്ചു പോകാന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ തന്നെ വേണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് പരമാവധി നമ്മൾ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ആ ഒരു സന്ദർഭം അതിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ വിനിയോഗിക്കണം. ഇപ്പോഴും മനു വർമ്മ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് സംഭവിച്ചത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുമ്പോഴേ ആ സ്ത്രീക്കുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആയിരിക്കാം. ഇതൊക്കെ ആണെങ്കിലും ഞാൻ മനു വർമ്മേനെ മാത്രമേ കുറ്റം പറയുള്ളൂ. കാരണം അദ്ദേഹമാണ് ഈ ലോകം തെറ്റിയത് കൊട്ടിപ്പാടി നടക്കുന്നത്. അദ്ദേഹമാണ് പറയുന്നത് ഞങ്ങൾ പിരിയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പകരം ഒരു ഉപദേശവും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാത്രമല്ല, കോടതിയിൽ പോയി നോക്കണം, ആയിരക്കണക്കിന് പേരാണ് ഡിവോഴ്സിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്നത്തെ തലമുറയുടെ ഒരു വലിയ ശാപം തന്നെ അതെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഡിവോഴ്സിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം തെമ്മാടികളുടെ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ തന്നെയാണ്. അതായത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഇടപെട്ട് കഴിഞ്ഞാൽ തീർന്നു. അതായത് മൂന്നാമത് ഏതെങ്കിലും ഒരുത്തൻ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നെ കട്ട പുകയാണ്. ഇപ്പൊ പല ന്യൂജൻകാർക്കും ഒരു വിചാരമുണ്ട്, അതായത് ഇതൊന്ന് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അടുത്തേനെ പിടിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കെട്ടിന് മാത്രമേ പ്രയാസമുള്ളൂ എന്നാണ് ഇതിനടുക്കൊരു വിദ്വാൻ പറഞ്ഞത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കെട്ട് ഫ്രീ, അതായത് ഇഷ്ടംപോലെ ചാൻസുകളുണ്ട്. അതായത് ഒരുപാട് ചാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഇനി 30 35 ആയാലും കുഴപ്പമില്ല. 45 55 വയസ്സുള്ള സ്ത്രീകളായാലും പുരുഷന്മാരും അവരൊക്കെ കാത്തിരിക്കുകയാണ്. പിന്നെ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെന്റ്, അതായത് നല്ല പൈസ കിട്ടുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയുള്ള ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടാം കെട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയും വലിയ കാറും വീടും ഇതൊക്കെയുള്ള അങ്ങനെയുള്ള ആരെങ്കിലുമാണ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ രണ്ടാം കെട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന സ്ത്രീക്ക് അധികം കുറച്ച് സൗന്ദര്യം മാത്രം മതി, അല്ലാതെ വേറെ ഒന്നും വേണ്ട. കുറച്ച് സൗന്ദര്യം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല പൈസ, നല്ല ഡിമാൻഡാണ്, അവർക്ക് നല്ല രീതിയിൽ പണക്കാരനായ ഒരുപാട് ആൾക്കാരുടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് വലിയ പ്രയാസമാണ് പണക്കാരികളെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരും നോക്കുന്നത് പണക്കാരികൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മനു വർമ്മയെ പോലെയുള്ള ഒരാൾ ഇത് ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെന്താ ചിന്തിക്കുക അറിയാം, മനു വർമ്മേന്റെ ജീവിതം ഇങ്ങനെയാണ്, പിന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മളെ ജീവിതം ഇങ്ങനെ ആകാതിരിക്കുക, നമ്മുടെ ജീവിതവും അങ്ങനെ നായനക്കത്തില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും ഇങ്ങനെ നരകമാകില്ലേ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സീരിയൽ താരങ്ങളോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ വിവാഹമോചനം നടത്തോ, ഇല്ലെങ്കിൽ സുഹൃത്തായിട്ടിരിക്കുകയോ ഇല്ലെങ്കിൽ മറ്റുള്ള തരത്തിലോ നിങ്ങൾ എന്ത് വേണം നടത്തി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ദൈവത്തെ ഓർത്തിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിരിയുകയാണ് എന്നുള്ള ആ ഒരു വാക്കുകൾ അതങ്ങ് വിട്ടേക്കുക. കേൾക്കാൻ താല്പര്യമില്ല, ഒരാൾക്കും കേൾക്കാൻ താല്പര്യമില്ല. എന്തിന് നിങ്ങളുടെ കുടുംബകാര്യം ഈ ലോകം തെച്ചും ഇങ്ങനെ വളമ്പണം? എന്തിന് നിങ്ങൾ ഇങ്ങനെ പത്രങ്ങൾ മുഴുവൻ പബ്ലിഷ് ചെയ്യണം? ആരെങ്കിലും വന്ന് ചോദിക്കുന്നുണ്ടോ? ആരെങ്കിലും വന്ന് മനു വർമ്മയോട് ചോദിക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആണോ, നിങ്ങൾ പിരിയുന്നുണ്ടോ എന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ടോ? പക്ഷെ ഇവർക്ക് എന്താണ്, ഇതെല്ലാവരോടും പറഞ്ഞു നടക്കണം. അത് തന്നെയാണ് ഇപ്പൊ ആ ഒരു സ്ത്രീ ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്കതിൽ താല്പര്യമില്ല. അതായത് ഇതെന്റെ ഫാമിലി വിഷയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ വളരെയധികം ഇതിനോട് കൂടിയിട്ടാണ് ഒരുപാട് പേര് വിവാഹമോചനം നടത്തുന്നില്ലേ. കഷ്ടം തന്നെ. നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് പറഞ്ഞേ. ബൈ.